മാജിക് നോവലിലേക്ക് സ്വാഗതം. എൻ്റെ മാനസപുത്രി പാർട്ട് 3. പിറ്റേന്ന് കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് പോകുന്ന വഴി പോസ്റ്റ് ഓഫീസിൽ ചെന്നൊരു കവർ വാങ്ങി യമുനയുടെ പേരും പേൾ വ്യൂവിന്റെ മേൽവിലാസവും എഴുതി കത്ത് അതിലിട്ട് ഒട്ടിച്ച് ഗ്ലോറിയ പോസ്റ്റ് ചെയ്തു. അവൾ കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നപ്പോൾ വാതിലിനടുത്ത് പച്ച ചിരിയുമായി ജോസഫ് കൈതാരം നിൽക്കുന്നുണ്ടായിരുന്നു. ഗ്ലോറിയ വരുന്നതും കാത്തു നിൽക്കുമായിരുന്നു ഞാൻ. ലേശം ഒരു ലജ്ജ നടിച്ച് അയാൾ പറഞ്ഞു, എന്തിനാണ് സാർ? ഒന്നുമില്ല, വെറുതെ. പക്ഷേ സത്യം പറഞ്ഞ ഗ്ലോറിയെ കാണാൻ വേണ്ടി തന്നെയാ. എന്താ സാർ കാര്യം? താല്പര്യപൂർവ്വം അവൾ ചോദിച്ചു. പോകുമ്പം എന്റെ റൂമിലൊന്ന് വരണേ. ഗ്ലോറിയയ്ക്ക് വേണ്ടി ഞാൻ ചില സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വരാം സാർ. അവൾ പുഞ്ചിരിയോടെ കമ്പ്യൂട്ടർ ഹാളിലേക്ക് പോയി. അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഗ്ലോറിയ എഴുന്നേറ്റ് കൈതാരത്തിന്റെ മുറിയിലേക്ക് ചെന്നു. അയാൾ അവളെ കാത്തിരിക്കുകയായിരുന്നു. ഗ്ലോറിയെ കണ്ട് കൈതാരം എഴുന്നേറ്റു. അല്പം മുൻപ് മാത്രമാണ് അയാൾ മുഖത്ത് പൗഡർ ഇട്ടതെന്നും മുടി ചീകി വെച്ചതെന്നും ദേഹത്ത് പെർഫ്യൂം സ്പ്രേ ചെയ്തതെന്നും അവൾക്ക് മനസ്സിലായി. അന്തരീക്ഷത്തിൽ എല്ലാ സുഗന്ധങ്ങളും പുതുമയോടെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അലമാര തുറന്ന് ഒരു ചെറിയ കാർഡ്ബോർഡ് ബോക്സ് എടുത്ത് അയാൾ അവൾക്ക് നീട്ടി. എന്താണ് സാർ ഇത്? തുറന്നു നോക്ക്. ബോക്സ് മേശപ്പുറത്ത് വെച്ച് അവൾ തുറന്നു നോക്കി. പല നിറത്തിലുള്ള നെയിൽ പോളിഷുകൾ, മുഖത്ത് പുരട്ടാനുള്ള ബ്യൂട്ടി ക്രീം, ഐലൈനർ, ബോഡി സ്പ്രേ, ചുണ്ടുകളിൽ പുരട്ടാനുള്ള ക്രീം, ഭംഗിയുള്ള മുടിപ്പിന്നുകൾ എന്നിവയായിരുന്നു. ഗ്ലോറിയ സന്തോഷത്തോടെ മുഖമുയർത്തി അയാളെ നോക്കി. ഇഷ്ടമായോ? കൈതാരം ചോദിച്ചു. ഇഷ്ടമായി സാർ, താങ്ക് യു. എന്തിനാണ് ഇതൊക്കെ തനിക്ക് തരുന്നതെന്ന് മനസ്സിലായോ? എന്തിനാണ് സാർ? മനസ്സിലായില്ലെന്ന മട്ടിൽ അവൾ അയാളെ നോക്കി. എനിക്ക് ഗ്ലോറി ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ എനിക്ക് സാറിനോടുള്ളത് ഇഷ്ടമല്ല, അവൾ ഗൗരവത്തോടെ പറഞ്ഞു. പെട്ടെന്ന് കൈതാരത്തിന്റെ മുഖത്തെ സന്തോഷം മാഞ്ഞു. പിന്നെ എനിക്ക് സാറിനോട് പ്രേമമാണ്. കൈതാരം ഞെട്ടിപ്പോയി. സത്യമാണോ ഗ്ലോറിയ പറയുന്നത്? വിശ്വാസം വരാതെ അയാൾ ചോദിച്ചു. 100% സത്യം, ഈ പകൽ പോലെ സത്യം. കൈതാരം പ്രേമപരവശനായി നിന്നു. ഇന്ന് എനിക്ക് ഉറക്കം വരുത്തില്ല, അയാൾ പറഞ്ഞു. എനിക്കും. സോഫിയ വരാറായെന്ന് ഫിത്തിയിലെ ക്ലോക്കിലെ സമയം കണ്ടപ്പോൾ ഗ്ലോറിയയ്ക്ക് ഓർമ്മ വന്നു. അവൾ പെട്ടെന്ന് മുറിയിൽ നിന്നിറങ്ങി. കാർഡ്ബോർഡ് ബോക്സ് ബാഗിൽ വെച്ച് ചിരി അമർത്തി അവൾ പുറത്തേക്ക് ചെന്നപ്പോൾ സോഫിയ കോളേജിൽ നിന്ന് വന്നു നിൽക്കുന്നുണ്ടായിരുന്നു. സോഫിയെ കണ്ടപ്പോഴേക്കും അവൾ ചിരിച്ചുപോയി. എന്താടി ഈ വലിയ ചിരി? സോഫിയ ചോദിച്ചു. ആ കൈതാരത്തെ ഞാൻ പ്രേമിക്കാൻ പോവാടി. സോഫിയ അവളെ തുറിച്ചു നോക്കി. നിനക്ക് വട്ടാണ്. അതെ, എനിക്ക് ഇത്തിരി വട്ടുണ്ട്. മനുഷ്യരായാൽ ഇത്തിരി വട്ടൊക്കെ വേണം, എന്നാലേ ജീവിതം രസകരമാക്കാൻ പറ്റത്തോളടി. അനാഥയായ എനിക്ക് വേറെന്ത് സുഖമാടി ഉള്ളത്? സോഫിയ ഒന്നും പറഞ്ഞില്ല. അവർ കോൺവെന്റിൽ ചെന്നപ്പോൾ പൊതുവെ മ്ലാനത നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു അവിടെ. പതിവില്ലാത്ത പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു. ഓർഫനേജിൽ എത്തിയപ്പോൾ ഷലോമിയാണ് കാര്യം പറഞ്ഞത്. മദർ മരിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ വന്ന് അന്ത്യകൂദാശ കൊടുത്തു കഴിഞ്ഞു. സോഫിയ ഞെട്ടിപ്പോയി. ക്യാൻസർ രോഗിയാണ് മദർ. എപ്പോൾ വേണമെങ്കിലും മരിക്കുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ മദറിന് അവളോട് പ്രത്യേക ഒരു വാത്സല്യമുണ്ടായിരുന്നു. മദറിന് കേൾക്കാൻ വേണ്ടി ഇനി പാടാൻ കഴിയില്ല. ഞാൻ പോവാ മദറിനെ കാണാൻ, നീ വരുന്നോ? അവൾ ഗ്ലോറിയോട് ചോദിച്ചു. വരാം. അവർ വേഗം കോൺവെന്റിലേക്ക് ചെന്നു. പാർലറിൽ ഫാദർ ഐസക്കും വേറെ 2-3 പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. അവർ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. മദർ ലത്തീഷയുടെ മുറിയിലേക്ക് വിറയാർന്ന പാദങ്ങളോടെയാണ് സോഫിയ ചെന്നത്. മദർ നിശ്ചലയായി കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. 4-5 കന്യാസ്ത്രീകൾ പ്രാർത്ഥനാ ഗീതം ആലപിക്കുകയായിരുന്നു. ഒരു നിമിഷം കണ്ണീരോടെ നിന്നിട്ട് സോഫിയ പുറത്തേക്കിറങ്ങി. ഗ്ലോറിയ അവളെ അനുഗമിച്ചു. അന്ന് രാത്രിയിൽ മദർ ലത്തീഷ്യ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി. സോഫിയ രാത്രി മുഴുവൻ കരഞ്ഞു. സ്നേഹധനയായ വല്യമ്മച്ചി മരിച്ചു പോയതുപോലുള്ള ദുഃഖമായിരുന്നു അത്. പിറ്റേന്ന് സോഫിയ കോളേജിൽ പോയില്ല. ബിഷപ്പും ധാരാളം അച്ഛന്മാരും കന്യാസ്ത്രീകളും 100 കണക്കിന് വിശ്വാസികളും പങ്കെടുത്ത സംസ്കാര ചടങ്ങാണ് നടന്നത്. അവർ അതിൽ പങ്കെടുത്തു. അടുത്ത ദിവസം സോഫിയ കോളേജിൽ നിന്ന് വന്നപ്പോൾ സിസ്റ്റർ മരിയ റോസ് അവളെ വിളിപ്പിച്ചു. അവർ ഉടൻ തന്നെ ചെന്നു. ഏതോ നീണ്ട യാത്രയ്ക്ക് പെട്ടിയൊരുക്കുകയായിരുന്നു സിസ്റ്റർ. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവാ സോഫിയ. അവിടെ ഒരു ധ്യാനമുണ്ട്. ഇനി 1 മാസം കഴിഞ്ഞ് ഞാൻ വരൂ, സിസ്റ്റർ പറഞ്ഞു. സോഫിയ ഒന്നും മിണ്ടിയില്ല. നിനക്ക് തരണമെന്ന് പറഞ്ഞ് ചില സാധനങ്ങൾ മദർ അവരുടെ മുറിയിൽ വെച്ചിട്ടുണ്ട്. പുതിയ മദർ വരാതെ എനിക്കത് അവിടെ നിന്ന് എടുത്തു തരാൻ അനുവാദമില്ല. ഞാൻ തിരിച്ചു വരുമ്പോ അത് എടുത്തു തരാം. എന്ത് സാധനങ്ങളാ സിസ്റ്ററെ? നിനക്ക് കഷ്ടിച്ച് 1 മാസം പ്രായമുള്ളപ്പോഴാണ് നിർമ്മല എന്നൊരു സ്ത്രീ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് മദറിനെ ഏൽപ്പിച്ചത്. അന്ന് അവർ കൊടുത്ത സാധനങ്ങൾ
നിനക്ക് വേണ്ടി മദർ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. എന്റെ അമ്മയായിരുന്നു ആ സ്ത്രീ. തുടികൊട്ടുന്ന ഹൃദയത്തോടെ അവൾ ചോദിച്ചു. നിന്റെ അമ്മയല്ലായിരുന്നു. എവിടെയാണ് എന്റെ അപ്പനും അമ്മയും? അതൊന്നും എനിക്കറിയില്ല. എന്തൊക്കെ സാധനങ്ങളാ മദറിനെ ഏൽപ്പിച്ചേ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരു കൊച്ചു പെട്ടിയിലാണ് അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. വരുമ്പോ ഞാനത് എടുത്തു തരാം. സോഫിയ ഇപ്പോൾ പൊയ്ക്കോളൂ. സ്വപ്ന നാടകയെ പോലെയാണ് സോഫിയ ഓർഫനേജിലേക്ക് നടന്നത്. സ്വന്തം ജന്മത്തെക്കുറിച്ച് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സൂചനകൾ അവളുടെ ഹൃദയത്തെ മതിച്ചു. ആരായിരിക്കും നിർമ്മല? അവരിപ്പോൾ എവിടെയാണ്? അവരെ കണ്ടുപിടിച്ചാൽ തന്റെ അപ്പനും അമ്മയും എവിടെയാണെന്ന് അറിയാൻ കഴിയില്ലേ? അവൾ ഗ്ലോറിയയുടെ അടുത്തേക്കാണ് ചെന്നത്. എടി, എന്നെ ഈ ഓർഫനേജിൽ കൊണ്ടുവന്ന് കൊടുത്തത് ആരാണെന്നറിയാമോ? നിർമ്മല എന്ന പേരുള്ളൊരു സ്ത്രീയാണ്. ആഹ്ലാദത്തോടെ അവൾ പറഞ്ഞു. നീ എങ്ങനെ അറിഞ്ഞു? സിസ്റ്റർ മരിയ റോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സോഫിയ അവളെ അറിയിച്ചു. അപ്പോൾ നിന്റെ അപ്പനും അമ്മയും എവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്ലോറിയ പറഞ്ഞു. ആർക്കറിയാം? സോഫിയ ചിന്തയിലാണ്ടു. ഒരു ദിവസം അവർ നിന്നെ തേടി ഇവിടെ വരുമായിരിക്കും, ഗ്ലോറിയ പറഞ്ഞു. വന്നാലും ഞാൻ അവരുടെ കൂടെ പോകത്തില്ല, പകയോടെ സോഫിയ പറഞ്ഞു. അതെന്താടി? പിഞ്ചു കുഞ്ഞായിരുന്നപ്പം എന്നെ ഉപേക്ഷിച്ച് സ്വന്തം സുഖം നോക്കിപ്പോയ അവരെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമടി? ഇല്ല, ഞാൻ പോകത്തില്ല. പക്ഷേ എന്നെ ജനിപ്പിച്ചവർ ആരാണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. ഇപ്പം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ഉള്ളിലെ വിഷമം കൊണ്ടാ, എനിക്കറിയാം. അവരെ കാണുമ്പോൾ നിന്റെ ദേഷ്യമൊക്കെ പമ്പ കടക്കും. അറിയാതെ സോഫിയയുടെ കണ്ണുകൾ നിറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ലില്ലിക്കുട്ടിയുടെ വീട്ടിൽ ജെയിംസ് ജോർജിന്റെ മറുപടി വന്നു. കമ്പ്യൂട്ടർ സെന്ററിലേക്ക് ലില്ലിക്കുട്ടി വിളിച്ചു പറഞ്ഞു. അന്ന് തന്നെ ഗ്ലോറിയ വന്ന് അത് വാങ്ങി വായിച്ചു നോക്കി. നാളെ രാവിലെ 11 മണിയാകുമ്പോൾ അവരിവിടെ വരും. കത്ത് വായിച്ചിട്ട് അവൾ പറഞ്ഞു. നീ എന്ത് തീരുമാനിച്ചു? അവർ വരട്ടെ, കാണാമല്ലോ. 11 മണിക്ക് മുമ്പ് ഞാനും വരാം. ഓർഫനേജിൽ ചെന്നപ്പോൾ ജെയിംസിന്റെ കത്ത് അവൾ സോഫിയെ കാണിച്ചു. നാളെ ശനിയാഴ്ചയല്ലേ, കോളേജില്ലല്ലോ. നീ കൂടെ വരണം, എന്റെ കൂടെ, ഗ്ലോറിയ പറഞ്ഞു. ഞാൻ വരില്ല, നീയും പോകരുത് ഗ്ലോറിയ. നമ്മളെ പോലുള്ള പെൺകുട്ടികളെ വീഴ്ത്താൻ ഒരുപാട് ചതിക്കുതി കുഴികളുണ്ട് ഈ ലോകത്ത്. നീ പത്രമൊന്നും വായിക്കാറില്ലേ? സോഫിയ അവളെ നിരുത്സാഹപ്പെടുത്തി. എന്തായാലും ഞാൻ പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോൾ ലില്ലിക്കുട്ടിയുടെ വീട്ടിൽ ഗ്ലോറിയ ചെന്നു. രാമചന്ദ്രനും സുമംഗലയും സമ്മാനിച്ച ഭംഗിയുള്ള ചുരിദാറുകൾ അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. അവൾ അതെടുത്ത് ധരിച്ചു. ജോസഫ് കൈതാര സമ്മാനിച്ച മേക്കപ്പ് ഒക്കെ ഇട്ട് അവൾ സുന്ദരിയായി കാത്തുനിന്നു. 11 കഴിഞ്ഞപ്പോൾ ജെയിംസും യമുനയും കാറിലെത്തി. ലില്ലിക്കുട്ടിയും ഗ്ലോറിയയെ ഇറങ്ങിച്ചെന്ന് അവരെ സ്വീകരിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ ഗ്ലോറിയയെ തിരിച്ചറിഞ്ഞു. സന്ധ്യയുടെ ചായയുണ്ടെന്ന് അവൾക്കന്ന് ജെയിംസിന് തോന്നി. യമുന കൗതുകത്തോടെ അവളെ നോക്കി. സ്വീകരണ മുറിയിൽ ജെയിംസും യമുനയും ഗ്ലോറിയിരുന്നു. കാപ്പി ഉണ്ടാക്കാൻ ലില്ലിക്കുട്ടി അകത്തേക്ക് പോയി. ഗ്ലോറിയയുടെ മുഖത്തേക്ക് ജെയിംസ് യമുനെ ഉറ്റുനോക്കി. സുന്ദരിയാണല്ലോ ജെയിംസിന്റെ മോൾ, യമുന പറഞ്ഞു. ഞാൻ നിന്റെ ഡാഡിയാണെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അയാൾ മെല്ലെ ചോദിച്ചു. അല്ലേ, അവൾ ചോദിച്ചു. ആരാണ് മോളെ ഓർഫനേജിൽ കൊണ്ടുവന്ന് കൊടുത്തതെന്ന് മോളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യമുന ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ ഗ്ലോറിയ ഒരു നിമിഷം പകച്ചിരുന്നു. ഒരു സ്ത്രീയാണ്, ജെയിംസ് പറഞ്ഞു. ശരിയാ, മദർ ലത്തീഷ്യ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗ്ലോറിയ വെറുതെ തട്ടിവിട്ടു. ആ സ്ത്രീയുടെ പേരെന്താണെന്ന് പറഞ്ഞോ? ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തോടെ ജെയിംസ് ചോദിച്ചു. നിർമ്മല എന്ന പേരാണ് പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. സോഫിയ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഉവ്, നിർമ്മല എന്നാണ് ആ സ്ത്രീയുടെ പേരെന്ന് മദർ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ജെയിംസിന്റെ കണ്ണുകളിൽ ആനന്ദ കണ്ണീർ പൊടിഞ്ഞു. കർത്താവേ, 18 വർഷങ്ങൾക്ക് ശേഷം എന്റെ മോളെ നീ എനിക്ക് കാട്ടിത്തന്നല്ലോ. നന്ദി, നന്ദി. അയാളുടെ ഹൃദയം മന്ത്രിച്ചു. ജെയിംസ് മുഖം തിരിച്ച് യമുനയെ ഒന്ന് നോക്കി. അർത്ഥഗർഭമായ നോട്ടമായിരുന്നു അത്. ഗ്ലോറിയ, നീ ജെയിംസിന്റെ മോൾ തന്നെയാണ്, യമുന പറഞ്ഞു. എന്തിനാണ് ഡാഡി എന്നെ ഓർഫനേജിൽ കൊണ്ടുവന്ന് കൊടുത്തത്? മനസ്സിലാകാത്ത മട്ടിൽ ഗ്ലോറിയ ചോദിച്ചു. അതിന്റെ പിന്നിലൊരു കഥയുണ്ട് മോളെ. അതൊക്കെ പിന്നീട് ഞാൻ വിശദമായി പറയാം. എന്തായാലും നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ, ആശ്വാസത്തോടെ ജെയിംസ് പറഞ്ഞു. നിന്നെ ഏത് ഓർഫനേജിലാണ് ഏൽപ്പിച്ചതെന്ന് ജെയിംസിന് അറിയില്ലായിരുന്നു. അറിയാമായിരുന്നെങ്കിൽ പണ്ടേ ഞങ്ങൾ വന്ന് നിന്നെ കൊണ്ടുപോയേനെ, യമുന പറഞ്ഞു. ഇവിടെയുള്ള ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിന്റെ ഓർഫനേജിലാണ് ഞാൻ താമസിക്കുന്നത്, ഗ്ലോറിയ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയാലോ? നീ ജെയിംസിന്റെ മോളാണെന്ന് ഓർഫനേജ് അധികൃതരെ അറിയിക്കാം, യമുന പറഞ്ഞു. ഗ്ലോറിയ അത് കേട്ട് ഞെട്ടി. സോഫിയ അവിടെ ഉണ്ട്. അവളുടെ അപ്പനാണ് ജെയിംസ്. നിർമ്മല എന്ന സ്ത്രീ ഓർഫനേജിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ച കുഞ്ഞ് തന്റേതാണെന്ന് ജെയിംസ് പറഞ്ഞാൽ സോഫിയയുടെ അപ്പനാണ് ഇയാളെന്ന് അവൾക്ക് മനസ്സിലാവും. അവൾ ഇക്കാര്യം ഇയാളോട് പറയും. സാക്ഷി പറയാനായി സിസ്റ്റർ മരിയ ജോസിനെ
ബാംഗ്ലൂരിൽ നിന്നും വരുത്തും. അത് തടയണം. സോഫിയയും ജെയിംസും തമ്മിൽ കാണാൻ പാടില്ല. വേണ്ട ഡാഡി, ഓർഫനേജിൽ ആരും അറിയാതെയാണ് ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തത്. അക്കാര്യം അറിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓർഫനേജിലേക്ക് വരണ്ട. പക്ഷേ വരാതെ പറ്റില്ലല്ലോ മോളെ. നിയമപരമായിട്ട് വേണം നിന്നെ ഞങ്ങൾക്ക് ഓർഫനേജിൽ നിന്ന് ഏറ്റെടുക്കാൻ, ജെയിംസ് പറഞ്ഞു. അതിനൊക്കെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഉടനെയൊന്നും എന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഗ്ലോറിയ അയാളെ നിരുത്സാഹപ്പെടുത്തി. പിന്നെ എന്ത് വേണമെന്നാ മോൾ പറയുന്നത്? 2 മാസം കൂടി കഴിഞ്ഞാൽ എനിക്ക് 18 വയസ്സ് പൂർത്തിയാകും. പിന്നെ എവിടേക്ക് പോകാനും എനിക്ക് ഓർഫനേജിന്റെയോ കോൺവെന്റിന്റെയോ ആരുടെ അനുവാദവും വേണ്ട. ഞാൻ അങ്ങ് വരാം. 2 മാസം കഴിഞ്ഞ് വന്നാലും മതി. എന്തായാലും നിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞല്ലോ. ഇനി ഇത്തിരി കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ്, ജെയിംസ് പറഞ്ഞു. ലില്ലിക്കുട്ടി കാപ്പിയുമായി വന്നു. 3 പേർക്കും അവൾ കാപ്പി കൊടുത്തു. മോളുടെ കൂട്ടുകാരിയാണോ? യമുന ചോദിച്ചു. അതെ, ഗ്ലോറിയെ പോലെ ഞാനും ഓർഫനേജിലെ അന്തേവാസിയായിരുന്നു. എന്റെ കെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ താമസമായേ, പുഞ്ചിരിയോടെ ലില്ലിക്കുട്ടി പറഞ്ഞു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബസ്സിൽ കണ്ടക്ടറാ. ജെയിംസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടായിരുന്നു ഗ്ലോറിയയ്ക്ക്. പക്ഷേ ലില്ലിക്കുട്ടി അതൊന്നും കേൾക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. മോൾ വാ, നിന്നെ ഓർഫനേജിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങൾക്ക് ഓർഫനേജ് ഒന്ന് കാണുകയും ചെയ്യാമല്ലോ, ജെയിംസ് പറഞ്ഞു. ലില്ലിക്കുട്ടിയോട് യാത്ര പറഞ്ഞ് 3 പേരും കാറിൽ കയറി. ജെയിംസ് ആണ് ഡ്രൈവ് ചെയ്തത്. പിൻസീറ്റിൽ യമുനയും ഗ്ലോറിയയും ഇരുന്നു. ഒഴുകുന്ന AC കാറിലിരുന്നപ്പോൾ താൻ ഒരു രാജകുമാരിയാണെന്ന് ഗ്ലോറിയയ്ക്ക് തോന്നി. അവൾ ജെയിംസിന് വഴി പറഞ്ഞു കൊടുത്തു. മോൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? യമുന ചോദിച്ചു. കമ്പ്യൂട്ടർ കോഴ്സിന് ചേർന്ന് പഠിക്കുകയാണ്. നന്നായി. മോളുടെ ഡാഡി JJ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്നൊരു വലിയ സ്ഥാപനം നടത്തുകയാണ്. കോടികളുടെ സ്വത്താണ് ഇനി മോൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരിക. അങ്ങ് വന്നിട്ട് ഇനിയും പഠിക്കണം, യമുന പറഞ്ഞു. അവൾ ഉത്സാഹത്തോടെ തല കുലുക്കി. കോൺവെന്റിന്റെ ഗേറ്റിന് മുന്നിൽ ചെന്ന് കാർ നിന്നു. ഡാഡിയും മമ്മിയും ഇപ്പോൾ അങ്ങോട്ട് വരണ്ട, വന്നാൽ ശരിയാവത്തില്ല. ഇപ്പൊ ആരും ഒന്നും അറിയണ്ട, ഗ്ലോറിയ പറഞ്ഞു. ഇല്ല മോളെ, ഇപ്പോൾ വരുന്നില്ല. ഞാൻ അയച്ച ലെറ്ററിൽ വീട്ടിലെ ഓഫീസിലെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, വിളിക്കണം കേട്ടോ, യമുന പറഞ്ഞു. വിളിക്കാം മമ്മി. ഞങ്ങൾ പോയിട്ട് വരട്ടെ മോളെ, ജെയിംസ് ചോദിച്ചു. ശരി ഡാഡി. അവൾ കാറിൽ നിന്നിറങ്ങി. ആ വലിയ കാർ മുന്നോട്ട് നീങ്ങി. യമുന കാറിന്റെ ഗ്ലാസ് താഴ്ത്തി കൈ പുറത്തേക്കിട്ട് വീശിക്കാട്ടി. ഗ്ലോറിയയും കൈ വീശി. മധുരമായ ഒരു സ്വപ്നത്തിൽ ലയിച്ച് എല്ലാം മറന്ന് ഒരു നിമിഷം അവൾ അവിടെ തന്നെ നിന്നു. ഗ്ലോറിയ! പിന്നിൽ നിന്നൊരു വിളി കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. തൊട്ടു പിന്നിൽ ശലോമി നിൽക്കുന്നു. ഗ്ലോറിയ ഞെട്ടിപ്പോയി. ആരുടെ കാറിലാ വന്നേ? ഇഷ്ടപ്പെടാത്ത മട്ടിൽ ശലോമി അവളെ ചോദ്യം ചെയ്തു. രക്ഷപ്പെടാൻ എന്തെങ്കിലും നമ്പർ ഇറക്കേ നിവർത്തിയുള്ളെന്ന് ഗ്ലോറിയയ്ക്ക് മനസ്സിലായി. ഓർമ്മയില്ലേ ഈ കാറ്? സുരേഷ് ഗോപി അനുകരിച്ചവൾ ചോദിച്ചു. പുരുഷ സ്വരത്തിൽ സംസാരിക്കാനും അവൾക്കറിയാം. എനിക്ക് ഓർമ്മയില്ല. ആരുടെ കാറാ? ശലോമിക്ക് സംശയമായി. ഓർമ്മയില്ലെങ്കിൽ വേണ്ട, പറയാൻ എനിക്കിപ്പം മനസ്സില്ല. അവൾ സുരേഷ് ഗോപിയെ പോലെ നെഞ്ചു വിരിച്ച് തല ഉയർത്തിപ്പിടിച്ച് ഗേറ്റ് തുറന്ന് ഓർഫനേജിലേക്ക് നടന്നു. ശലോമി പിന്നാലെ ഓടിച്ചെന്നു. സത്യം പറമോളെ, ആരുടെ കാറിലാ നീ വന്നേ? അങ്ങനെ വഴിക്ക് വാ. ഞങ്ങളുടെ കമ്പ്യൂട്ടർ സെന്ററിലെ അനിതയുടെ കാറാ. അവളെ കൊണ്ടുപോകാൻ അവളുടെ മമ്മി വന്നപ്പോ എന്നെ ഇവിടെ വിടാമെന്ന് പറഞ്ഞു. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. എന്റെ പൊന്നേ, പക്ഷേ അനിതയുടെ നിർബന്ധം കൊണ്ടാ. ഗ്ലോറിയ പെട്ടെന്നൊരു കഥയുണ്ടാക്കി. എന്നിട്ട് അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. അതോടെ ശലോമിയുടെ കോപം അലിഞ്ഞുപോയി. നീ കാണാൻ കൊള്ളാവുന്ന പെണ്ണ. കൊതി തോന്നിയിട്ട് ഓരോ ആണുങ്ങളൊക്കെ കാറിൽ കൊണ്ടുപോകാൻ നിന്നെ വിളിക്കും. പോകരുത് കേട്ടോ, ശലോമി ഉപദേശിച്ചു. കൊള്ളാം, ഞാൻ പോകുമോ ശലോമി? അവൾ നിഷ്കളങ്കത നടിച്ചു. ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോയതാ. കോൺവെന്റിൽ നിന്ന് വിളിച്ച മാർട്ടിന സിസ്റ്റർ വന്ന് തൊട്ടുപുറകിൽ നിൽക്കും. നമുക്ക് മനസ്സ് തുറന്ന് വല്ലതും പറയാൻ പറ്റുമോ? ശലോമി ചോദിച്ചു. ഇല്ല, ഗ്ലോറിയ സമ്മതിച്ചു. അവർ മെല്ലെ നടന്നു. നമ്മളിനി എപ്പോഴാ കാണുന്നേ? പെട്ടെന്ന് ഗ്ലോറിയെ ഒരു വല്ലാത്ത നോട്ടം നോക്കിക്കൊണ്ട് ശലോമി ചോദിച്ചു. എപ്പ വേണേലും കാണാലോ, ഒരു ഒഴുക്കൻ മട്ടിൽ ഗ്ലോറിയ പറഞ്ഞു. സന്ധ്യ കഴിഞ്ഞ് കുശിനിയിലേക്ക് വരണം. വരാതിരിക്കല്ലേ, ഞാൻ നോക്കിയിരിക്കും. ശലോമി അവളുടെ കൈ പിടിച്ചമർത്തിയിട്ട് കുശിനിലേക്ക് പോയി. ഗ്ലോറിയ ഡോർമിറ്ററിയിൽ ചെന്നപ്പോൾ സോഫിയ അവളുടെ ബെഡിലിരുന്ന് ഒരു പുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ട് ഗ്ലോറിയ ഒന്ന് ഞെട്ടി. സോഫിയയുടെ അപ്പനാണ് വന്നിട്ട് പോയത്. ഒരിക്കലും അവൾ അതറിയാൻ പാടില്ല. അവര് വന്നോടി? സോഫിയ ചോദിച്ചു. വന്നു, ഉദാസീന മട്ടിൽ ഗ്ലോറിയ പറഞ്ഞു. എന്നിട്ടെന്താ? വന്ന പോലെ അങ്ങ് പോയി. നീ പോകുന്നില്ലയോ? തീരുമാനിച്ചില്ല. ഓ, അവരത്ര വലിയ കാശുകാരല്ലായിരിക്കും, പരിഹാസത്തോടെ സോഫിയ പറഞ്ഞു. നിനക്കതിലൊന്നും താല്പര്യമില്ലല്ലോ, പിന്നെന്തിനാ മോളെ നീ അന്വേഷിക്കുന്നേ?
സ്വന്തം അപ്പനും അമ്മയും വന്ന് വിളിച്ചാൽ പോലും ഞാൻ പോകത്തില്ല. എനിക്കാരെയും വിശ്വാസമില്ല. തന്നെയല്ല, എന്നെ ഉപേക്ഷിച്ചവരെ എനിക്ക് വേണ്ട. പുസ്തകവുമായി സോഫിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഗ്ലോറിയ അത് കണ്ട് ഊറിച്ചിരിച്ചു. പാവം പെണ്ണ്, അവളെ കൊണ്ട് ശല്യമുണ്ടാകത്തില്ല. പക്ഷേ യഥാർത്ഥ മോൾ താനല്ലെന്നും വേറൊരുത്തിയാണെന്നും ജെയിംസ് ഒരിക്കലും അറിയരുത്. ഗ്ലോറിയ പോയി കുളിച്ചു വേഷം മാറി. സന്ധ്യയ്ക്ക് ശലോമിയെ കാണാൻ ചെല്ലാമെന്ന് സമ്മതിച്ച കാര്യം അവൾക്ക് ഓർമ്മ വന്നു. ചെന്നാൽ ശലോമി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. വയസ്സ് 26 ആയി കാണും. കെട്ടിക്കാത്തതിന്റെ കുഴപ്പം അവൾക്ക്. ഇടയ്ക്ക് ആരും കാണാതെ മുട്ട പുഴുങ്ങിയതും ഇറച്ചി വറുത്തതും പാലും വിശേഷ പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് മാത്രമാണ് അവളുടെ സ്നേഹപ്രകടനങ്ങൾ സഹിച്ച് അവളെ പിണക്കാതെ നിർത്തുന്നത്. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട. അധികം വൈകാതെ ഓർഫനേജ് വിട്ട് താൻ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് ചേക്കേറും. ശലോമിയുടെ അടുത്തേക്ക് അവൾ അന്ന് പോയില്ല. പിറ്റേത് രാവിലെ 9 മണിയായപ്പോൾ സോഫിയ കോളേജിലേക്ക് പോയി. ചെറിയ കുട്ടികൾ മഠം വക സ്കൂളിലേക്കും മുതിർന്നവർ തയ്യൽ ക്ലാസ്സിനും പോയി. ഡോർമിറ്ററിയിൽ ഗ്ലോറിയ തനിച്ചായി. അവൾ കട്ടിലിന്റെ കീഴിൽ നിന്ന് പെട്ടിയെടുത്തു വെച്ചു. എന്നിട്ടുകൊണ്ടു പോകേണ്ടത് ഏത് ഡ്രസ്സാണ്? അടിയിൽ നിന്ന് വെള്ള നിറത്തിലുള്ള ചുരിദാർ എടുത്തപ്പോഴാണ് അതിനുള്ളിൽ പൊതിഞ്ഞു വെച്ചിരുന്ന മൊബൈൽ ഫോൺ അവൾ കണ്ടത്. രാമചന്ദ്രൻ തന്ന ഫോണാണത്. അന്ന് ആ പ്രശ്നമുണ്ടായപ്പോൾ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇനി പേടിക്കാനില്ല. ഗ്ലോറിയ അതെടുത്ത് ഓൺ ചെയ്തു. ആരെയാണ് വിളിക്കുക? ജെയിംസിനെയോ യമുനയോ വിളിച്ചാലോ? അത് അപകടമാണെന്ന് അവൾക്ക് തോന്നി. ഈ മൊബൈൽ നമ്പർ അവർ കാണും. മൊബൈൽ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? പെട്ടെന്നാണ് ജോസഫ് കൈതാരത്തിന്റെ കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കൈതാര സാറിനെ ഒന്ന് വിളിക്കാം. അവൾ കമ്പ്യൂട്ടർ സെന്ററിലെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ. പെട്ടെന്ന് കൈതാരത്തിന്റെ സ്വരം വന്നു. ജോസഫ് സാറാണോ? അതെ. ആരാ വിളിക്കുന്നേ? തന്റെ സ്വരം കൈതാരൻ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. ഒരു കളി കളിച്ചാലോ? അവൾ ചിന്തിച്ചു. സാറിന് എന്നെ മനസ്സിലായില്ലേ? മധുരമായ സ്വരത്തിൽ അവൾ ചോദിച്ചു. ഇല്ല, ഞാൻ ഹണിയാണ് സാർ. ഹണിയോ? തേൻ പോലുള്ള സ്വരം കേട്ട് കൈതാരം പുളകം കൊണ്ടു. അതെ സാർ, ഹണി. ഞാൻ സാറിന് മിക്ക ദിവസവും കാണാറുണ്ട്. ഞങ്ങളുടെ കമ്പ്യൂട്ടർ സെന്ററിൽ പഠിക്കുന്ന കുട്ടിയാണോ ഹണി? താല്പര്യത്തോടെ കൈതാരം ചോദിച്ചു. അല്ല സാർ, ഞാൻ ഡിഗ്രിയൊക്കെ പാസ്സായി ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപേക്ഷ അയക്കാൻ ബയോഡേറ്റ കമ്പ്യൂട്ടറിൽ അടുപ്പിക്കാനൊക്കെ ഞാൻ വരാറുണ്ട് അവിടെ. ഇന്നലെയും വന്നിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ, അയാൾ നിരാശയോടെ പറഞ്ഞു. സാറെന്നെ കണ്ടായിരുന്നു, പക്ഷെ ശ്രദ്ധിച്ചു കാണത്തില്ല. ജീൻസും വെള്ള ടോപ്പും ഒക്കെ ഇട്ട്. എന്നെ കണ്ടാൽ മീര ജാസ്മിനെ പോലാണെന്നാ എന്റെ ഫ്രണ്ട്സ് പറയാറുള്ളത്. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല സാർ. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവരങ്ങനെ പറയുന്നതാ. ഞാനും മീര ജാസ്മിന്റെ ഒരു ആരാധകനാ ഹണി. സന്തോഷം കൊണ്ട് കൈതാരം പറഞ്ഞു. സാർ അങ്ങനെ മീര ജാസ്മിനെ ആരാധിക്കണ്ട, പരിഭവം നടിച്ച് ഗ്ലോറിയ പറഞ്ഞു. അതെന്താ? അയാൾക്ക് മനസ്സിലായില്ല. സാർ ഒരു പെണ്ണിനെ ആരാധിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. സാർ എന്നെ മാത്രം സ്നേഹിച്ചാൽ മതി. ജോസഫ് കൈതാരത്തിന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കുതിച്ചുയർന്നു. അയാളുടെ തൊണ്ട വരണ്ടു. മീര ജാസ്മിനെ പോലൊരു പെണ്ണ് തന്നെ പ്രേമിക്കുന്നു. എന്താ സാറൊന്നും മിണ്ടാത്തെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. സത്യമാണോ ഹണി പറയുന്നേ? എന്നെ ഇഷ്ടമാണോ? അതെ സാർ. ഇല്ലെങ്കിൽ പിന്നെ ഇത്ര പാടുവിട്ട് സാറിന് ഞാൻ ഫോൺ ചെയ്യുമോ? എനിക്ക് ഈ ചെത്ത ആമ്പിള്ളാരെയൊന്നും ഇഷ്ടമല്ല സാർ. സാറിനെ പോലെ പക്വതയുള്ളൊരു പുരുഷന്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. കൈതാരത്തിന്റെ നെറ്റി വീർത്തു. അയാൾ ചുറ്റും ഒന്ന് നോക്കി. ഭാഗ്യം, ആരും അടുത്തില്ല. ഈ പ്രായത്തിൽ ഒരു കിളുന്ത് പെണ്ണിന് തന്നോട് പ്രേമം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാ സാറിന് വിഷമം തോന്നുമോ? എന്താണ് ഹണി, പറയൂ. എല്ലാം തുറന്നു പറയണം, അതാണ് എനിക്കിഷ്ടം. കൈതാര അവളെ പ്രോത്സാഹിപ്പിച്ചു. പ്രേം നസീർ സ്റ്റൈലിലുള്ള സാറിന്റെ ആ വരയും മീശയുണ്ടല്ലോ, അത് ഭയങ്കര ബോറാണ്. അയാളുടെ കൈ അറിയാതെ ഉയർന്ന് സ്വന്തം മീശയിൽ നിന്ന് തലോടി. രാവിലെ ഷേവ് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുത്താണ് ആ മീശ അങ്ങനെ ഭംഗിയായി അണിയിച്ചൊരുക്കാറുള്ളത്. സാർ ഹിന്ദി സിനിമ കാണാറുണ്ടോ? അവൾ ചോദിച്ചു. കൈതാരം ഹിന്ദി സിനിമ കാണാറില്ല. ഉണ്ട് ഹണി. എങ്കിലും അയാൾ പറഞ്ഞു. സൽമാൻ ഖാനെ കണ്ടിട്ടില്ലേ സാർ? ക്ലീൻ ഷേവാണ്, മീശയില്ല. സാർ അതുപോലെ മീശയെടുത്ത് ക്ലീൻ ഷേവ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. സൽമാൻ ഖാനെ പോലെ ഇരിക്കും. ഇത്രയും നാൾ കൊണ്ടു നടന്ന മീശ എങ്ങനെ എടുത്തു കളയും? തന്റെ വ്യക്തിത്വം തന്നെ പോകില്ലേ? കൈതാരം ആശയക്കുഴപ്പത്തിലായി. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ സാർ നാളെ വരുമ്പോ ആ മീശ കാണത്തില്ല. കൂടുതലൊന്നും പറയാതെ ഗ്ലോറിയ ഫോൺ വെച്ചു. അവൾ അറിയാതെ ചിരിച്ചു. പിറ്റേന്ന് അവൾ കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നപ്പോൾ ജോസഫ് കൈതാരം മീശ എടുത്തു കളഞ്ഞ് വലിയ ഗമയിലിരിക്കുകയാണ്. അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു. സാർ എന്നാ പണിയായി കാണിച്ചേ? അത്ഭുത ഭാവത്തിൽ അവൾ ചോദിച്ചു. എന്താ ഗ്ലോറിയ? അയാൾക്ക് മനസ്സിലായില്ല. സാറിന്റെ മീശ എന്തിയേ? ഓ അതോ? അയാൾ ചിരിച്ചു. എന്തിനാ മീശ കളഞ്ഞേ? അവൾ വിട്ടില്ല.
ഗ്ലോറിയ ഹിന്ദി സിനിമ കാണാറുണ്ടോ? ഇല്ല. എന്നാൽ കാണണം. സൽമാൻ ഖാൻ എന്നൊരു നടനുണ്ട്. അയാൾക്ക് മീശയില്ല. എന്നെ കണ്ടാൽ സൽമാൻ ഖാൻ ആണെന്ന് തോന്നത്തില്ലേ ഇപ്പോ? അഭിമാനത്തോടെ അയാൾ ചോദിച്ചു. അവൾ ഉള്ളിൽ ചിരിച്ചതേ ഉള്ളൂ. ഗ്ലോറിയ സൽമാൻ ഖാനെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അറിയുന്നേ അല്ലേ? അയാൾ സഹതാപത്തോടെ ചോദിച്ചു. എന്നാലും സാറിന് പെൻസിൽ വര പോലുള്ള ആ മീശയായിരുന്നു ചേർച്ച. എനിക്കതായിരുന്നു ഇഷ്ടം. സാറിന്റെ ചിരിക്ക് ആ മീശയുള്ളപ്പോ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നിരാശ നടിച്ച് ഗ്ലോറിയ തിരിഞ്ഞു നടന്നു. ജോസഫ് കൈതാരത്തിന് വിഷമമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഹണിക്ക് മീശ ഇഷ്ടമല്ലല്ലോ. പിറ്റേന്ന് രാവിലെ ഡോർമിറ്ററിയിൽ ഗ്ലോറിയ തനിച്ചായപ്പോൾ കമ്പ്യൂട്ടർ സെന്ററിലേക്ക് വിളിച്ചു. സാറേ, ഞാനാണ് ഹണി. കൈതാരത്തെ കിട്ടിയപ്പോൾ അവൾ പറഞ്ഞു. ഹണി എന്താ ഇങ്ങോട്ട് വരാഞ്ഞത്? വന്നില്ലെങ്കിലും സാറിനെ ഞാൻ ഇന്ന് കണ്ടു. ഒരുപാട് നന്ദിയുണ്ട് സാർ. എന്റെ ആഗ്രഹം സാർ സാധിച്ചു തന്നല്ലോ. ഇതാണ് സാർ യഥാർത്ഥ പ്രേമം. സ്നേഹിക്കുന്ന പെണ്ണ് എന്താവശ്യപ്പെട്ടാൽ ധൈര്യമുള്ള പുരുഷൻ അത് സാധിച്ചു കൊടുക്കും. എനിക്ക് വേണ്ടി സാർ മീശയെടുത്ത് കളഞ്ഞല്ലോ. അവൾ വികാരം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. എന്നെ കണ്ടിട്ട് ഇഷ്ടമായോ ഹണിക്ക്? പ്രതീക്ഷയോടെ അയാൾ ചോദിച്ചു. ഒരുപാട് ഇഷ്ടമായി സാർ. സൽമാൻ ഖാനെ പോലെ സുന്ദരനാണ് സാർ. പക്ഷേ എനിക്ക് ഹണിയെ ഒന്ന് കാണണമല്ലോ. എപ്പോഴാണ്? ഇന്ന് തന്നെ കാണാം സാർ. ഉച്ച കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ ഞാൻ ടൗണിലെ പോസ്റ്റ് ഓഫീസിൽ വരാം. സാർ ഗേറ്റിന്റെ അടുത്ത് നിന്നാ മതി. വരാം ഹണി. സന്തോഷത്തോടെ അയാൾ സമ്മതിച്ചു. വീട്ടിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് വേണം എനിക്കിറങ്ങാൻ. 3-നും 4-നും ഇടയിൽ ഞാൻ വരും. വരാൻ വൈകിയാലും സാർ പോയി കളയരുത്. ഇല്ല ഹണി, സാറിന് എന്നെ അറിയില്ലെങ്കിലും എനിക്ക് സാറിനെ അറിയാലോ. ഞാൻ വന്ന് സാറിനോട് നേരിട്ട് സംസാരിച്ചോളാം. ഗ്ലോറിയ അന്ന് കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നപ്പോൾ കൈതാരത്തെ ഒന്ന് പാളി നോക്കി. അവൾ ഞെട്ടിപ്പോയി. അയാളുടെ ചുണ്ടിന് മീതെ ആ പഴയ പ്രേം നസീർ മീശ. അവൾ അടുത്തേക്ക് ചെന്നു. ഐബ്രോ പെൻസിൽ കൊണ്ട് അയാൾ മീശ വരച്ചിരിക്കുകയാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. ഗ്ലോറി എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഗ്ലോറി ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ തള്ളിക്കളയത്തില്ല. ആഹ്ലാദത്തോടെ അയാൾ പറഞ്ഞു. താങ്ക് യു സാർ. ഇപ്പോഴാ സാർ ശരിക്കും സുന്ദരനായ. ചിരി അമർത്തി അവൾ പറഞ്ഞു. അവൾ സ്വന്തം സീറ്റിലേക്ക് പോയി. 3 മണിയാകാൻ 10 മിനിറ്റ് ഉള്ളപ്പോൾ ജോസഫ് കൈതാരം ധൃതിയിൽ പുറത്തേക്ക് പോകുന്നത് അവൾ കണ്ടു. മുഖത്ത് പൗഡർ പൂശി, മുടി ഭംഗിയായി ചീകി വെച്ച്, മീശ തുടച്ചു കളഞ്ഞിട്ടുമുണ്ട്. ഗ്ലോറിയയ്ക്ക് ചിരി പൊട്ടി. ഹണിയെ കാണാൻ പാവം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കാത്തു നിൽക്കാൻ പോവുകയാണ്. 4 മണിയായപ്പോൾ കോളേജിൽ നിന്ന് സോഫിയ വന്നു. അവളുമൊത്ത് ഗ്ലോറിയസ് ഓർഫനേജിലേക്ക് നടന്നു. പോസ്റ്റ് ഓഫീസിന് മുന്നിലൂടെയാണ് അവർക്ക് പോകേണ്ടത്. അവർ ചെന്നപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ ഗേറ്റിന് മുമ്പിൽ ആരെയോ പ്രതീക്ഷിക്കുന്ന മട്ടിൽ ജോസഫ് കൈതാരം നിൽക്കുന്നുണ്ടായിരുന്നു. ഗ്ലോറിയെ കണ്ട് അയാൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അവൾ ചിരിയടക്കി. പിറ്റേന്ന് അവൾ അയാളെ വീണ്ടും വിളിച്ചു. സാർ എന്നോട് ക്ഷമിക്കണം, ഇന്നലെ വരാൻ പറ്റിയില്ല. എന്റെ മമ്മി സുഖമില്ലാതെ ഉച്ചയായപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതുകൊണ്ടാ. സാരമില്ല. ഇനി എന്നാ ഹണി നമ്മൾ കാണുന്നേ? കൈതാരം പ്രതീക്ഷ കൈവിടാതെ ചോദിച്ചു. ഞാൻ വിളിച്ചു പറയാം സാർ. അവൾ പെട്ടെന്ന് ഫോൺ വെച്ചു. അന്ന് ബൂത്തിൽ ചെന്നവൾ യമുനയെ വിളിച്ച് കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ ഒരു ദിവസം ഓർഫനേജിലേക്ക് വരുന്നുണ്ട് മോളെ. നിന്നെ കാണണം. ഓർഫനേജിന് നല്ലൊരു തുക സംഭാവന നൽകണം. അതിനാണ്, യമുന പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന മദർ ലത്തീഷ്യ മരിച്ചുപോയി. പുതിയ മദർ ഇതുവരെ വന്നിട്ടില്ല. പുതിയ മദർ വന്നിട്ട് പോരെ മമ്മി സംഭാവന കൊടുക്കുന്നത്. പിന്നത്തെ ശനിയാഴ്ച ജെയിംസും യമുനയും കൂടി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ ചെന്നു. ഗ്ലോറിയയ്ക്ക് ഒരു അത്ഭുതമാകട്ടെ എന്ന് കരുതിയാണ് അവളെ അറിയിക്കാതെ അവർ വന്നത്. കോൺവെന്റിന്റെ മുറ്റത്ത് വന്ന് കാർ നിന്നു. ജെയിംസും യമുനയും കാറിൽ നിന്നിറങ്ങി. അപ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടി ഓർഫനേജിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവർ കണ്ടു. അവളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് മുഖം കണ്ടപ്പോൾ ജെയിംസിന് തോന്നി. എന്താ മോളുടെ പേര്? ജെയിംസ് ചോദിച്ചു. സോഫിയ. ജെയിംസ് സോഫിയെ തന്നെ നോക്കി നിന്നു, കണ്ണെടുക്കാതെ അത്ഭുത ഭാവം. സോഫിയ? ജെയിംസിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അയാൾക്ക് അവളോട് വല്ലാത്തൊരു ആത്മബന്ധം തോന്നി. അയാൾ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. വലിയ കറുത്ത കണ്ണുകളാണ് അവളുടേത്. സന്ധ്യയ്ക്കും വലിയ കറുത്ത കണ്ണുകളാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ നിഷ്കളങ്കതയാണ് അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. മോൾ എവിടാ താമസിക്കുന്നേ? യമുന ചോദിച്ചു. ഓർഫനേജിൽ. മോൾക്ക് അപ്പനും അമ്മയില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു ജെയിംസിന്. പക്ഷെ ചോദിച്ചില്ല. അവൾക്ക് വിഷമമായെങ്കിലോ? ആർക്കാ മോളെ ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന്റെ ചുമതല? ജെയിംസ് ചോദിച്ചു. മാർട്ടിന സിസ്റ്റർക്കാണ്. എവിടാ മാർട്ടിന സിസ്റ്റർ ഉള്ളത്? യമുന ചോദിച്ചു. കോൺവെന്റിലാ സിസ്റ്റർ താമസിക്കുന്നേ. അങ്കിൾ ആരെ കാണാൻ വന്നതാ? അവൾ കൗതുകം അടക്കാൻ വയ്യാതെ ചോദിച്ചു. ഞങ്ങൾക്ക് മാർട്ടിന സിസ്റ്ററെ ഒന്ന് കാണണമായിരുന്നു. പെട്ടെന്ന് ജെയിംസ് പറഞ്ഞു. ദാ അവിടെയാ പാർലർ. വെളിയിലൊരു മണി തൂക്കിയിട്ടിട്ടുണ്ട്.
അതടിച്ചാൽ ആരെങ്കിലും വരും. അന്നേരം പറഞ്ഞാൽ മതി സിസ്റ്ററെ കാണാനാണെന്ന്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം ജെയിംസേ, യമുന പറഞ്ഞു. സോഫിയെ പെട്ടെന്ന് അങ്ങ് ഉപേക്ഷിച്ചു പോകാൻ എന്തുകൊണ്ടോ ജെയിംസിന് മടി തോന്നി. മോളും കൂടെ അങ്ങോട്ടൊന്ന് വരാമോ, അയാൾ ചോദിച്ചു. തയ്യൽ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു അവൾ. സമയം കിട്ടുമ്പോൾ അവൾ ചെന്ന് എന്തെങ്കിലുമൊക്കെ തുന്നാൻ പഠിക്കാറുണ്ട്. വരാം. അവൾ 3 പേരും കൂടി പാർലറിന്റെ അടുത്തേക്ക് ചെന്നു. സോഫി ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ജെയിംസ് ചോദിച്ചു. ഡിഗ്രിക്ക് പഠിക്കുവാണ്. കോൺവെന്റിന്റെ മുൻവശത്തുള്ള പടികൾ അവർ കയറി ചെന്നു. മുൻവാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. പുറത്താരെയും കണ്ടില്ല. ആരാ ഇവിടുത്തെ മദർ, യമുന ചോദിച്ചു. മദർ ലത്തീഷ്യ മരിച്ചുപോയി. പുതിയ മദറിനെ നിയമിച്ചിട്ടില്ല. നീ എന്തിനാ യമുനെ അതൊക്കെ അന്വേഷിക്കുന്നേ? ഓർഫനേജിന്റെ ചുമതലയുള്ള സിസ്റ്ററിനെ കണ്ടാൽ മതിയല്ലോ നമുക്ക്. യമുന എന്ന പേര് കേട്ടപ്പോൾ സോഫിയക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവർ ഗ്ലോറിയയുടെ പപ്പയും മമ്മിയാണ്. ഗ്ലോറിയയെ കാണാൻ വന്നതായിരിക്കും. മാർട്ടിന സിസ്റ്ററിന്റെ അനുവാദമില്ലാതെ പുറത്തുനിന്ന് വരുന്ന ആർക്കും ഓർഫനേജിലെ അന്തേവാസികളെ കാണാൻ സാധിക്കുകയില്ല. മുകളിൽ തൂക്കിയിട്ടിരുന്ന മണിയുടെ അറ്റത്തെ ചരടിൽ പിടിച്ചു സോഫിയ 2-3 വട്ടം മണി മുഴക്കി. 3 പേരും കാത്തുനിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു പാവാടക്കാരി പെൺകുട്ടി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ സോഫിയ, ജെയിംസിനെ യമുനെ ഒന്ന് നോക്കിയിട്ട് അവൾ ചോദിച്ചു. ഇവര് മാർട്ടിന സിസ്റ്ററെ കാണാൻ വന്നതാ കുഞ്ഞുമോളെ. സിസ്റ്ററിനോടൊന്ന് വരാൻ പറയാമോ? കുഞ്ഞുമോൾ അവർക്ക് പാർലറിന്റെ വാതിൽ തുറന്നു കൊടുത്തു. കോൺവെന്റിൽ വരുന്ന സന്ദർശകർക്ക് ഇരിക്കാനുള്ള മുറിയാണ് പാർലർ. സിസ്റ്റർ ഇപ്പൊ വരും, ഞാൻ പോവാ, സോഫിയ പറഞ്ഞു. ജെയിംസ് യമുനയും തലകുലുക്കി. സോഫിയ പോകുന്നത് നോക്കി ഒരു നിമിഷം അവർ നിന്നു. ഏതോ നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാ. അതിന്റെ മുഖത്ത് എന്തൊരൈശ്വര്യവാ. മനുഷ്യത്വമില്ലാത്ത ആരോ ആണ് ആ കുഞ്ഞിനെ കുഞ്ഞായിരുന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയേ, യമുന പറഞ്ഞു. ജെയിംസിന്റെ മുഖം മങ്ങി. അത് കണ്ടപ്പോഴാണ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾക്ക് തോന്നിയത്. അവർ പാർലറിൽ കാത്തിരുന്നു. സിസ്റ്റർ മാർട്ടിന അപ്പോഴാണ് അവരുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്. മുറ്റത്ത് കിടക്കുന്ന വിദേശ നിർമ്മിതമായ പുത്തൻ കാർ കണ്ടപ്പോൾ തന്നെ സന്ദർശകർ ചില്ലറക്കാരല്ലെന്ന് സിസ്റ്റർക്ക് മനസ്സിലായി. സിസ്റ്റർ പാർലറിലേക്ക് കയറി ചെന്നു. അവരെ കണ്ട് ജെയിംസ് യമുനയും ആദരപൂർവ്വം എഴുന്നേറ്റു. ആരാണ്, മനസ്സിലായില്ല, സിസ്റ്റർ ചോദിച്ചു. എന്റെ പേര് ജെയിംസ് ജോർജ്. ജെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ചെയർമാനാണ് ഞാൻ, അയാൾ സ്വയം പരിചയപ്പെടുത്തി. ജെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ബിഎഡ് കോളേജും ഒക്കെ ഉള്ള സ്ഥാപനമല്ലേ? അതെ, ഇതെന്റെ വൈഫാണ് യമുന. 2 പേരും ഇരിക്കൂ. ജെയിംസും യമുനയും ഇരുന്നു. ഇനി നിങ്ങൾ വന്നത് എന്തിനാണെന്ന് പറയൂ, സിസ്റ്റർ ആവശ്യപ്പെട്ടു. ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിന് ഒരു സംഭാവന നൽകാനാണ് ഞങ്ങൾ വന്നത്, ജെയിംസ് പറഞ്ഞു. എന്നിട്ട് അയാൾ മുഖം തിരിച്ച് യമുനയെ ഒന്ന് നോക്കി. നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ വാനിറ്റി ബാഗ് തുറന്ന് ഒരു ചെക്ക് എടുത്ത് സിസ്റ്ററെ ഏൽപ്പിച്ചു. തൽക്കാലം ഈ 1 ലക്ഷം രൂപ സിസ്റ്റർ സ്വീകരിക്കണം. ഇത് ആദ്യ ഗഡുവാണ്. ഇതുപോലെ ഇനിയും പ്രതീക്ഷിക്കാം, അയാൾ പറഞ്ഞു. 1 ലക്ഷം രൂപ ചെക്കിൽ എഴുതിയിരിക്കുന്ന തുക വായിച്ച് സിസ്റ്റർ മാർട്ടിന അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയൊരു സംഭാവന ആദ്യമായിട്ടാണ് ഓർഫനേജിന് ലഭിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു തുക സംഭാവന നൽകാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? കൗതുകത്തോടെ സിസ്റ്റർ ചോദിച്ചു. ജെയിംസും യമുനയും പരസ്പരം നോക്കി. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 16 വർഷമാകുന്നു സിസ്റ്ററെ. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം ഇതുവരെ തന്നിട്ടില്ല. മാതാപിതാക്കളില്ലാതെ വളരുന്ന കുട്ടികൾക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ്, ജെയിംസ് പറഞ്ഞു. നിങ്ങൾക്ക് പണ്ടേ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാമായിരുന്നു. ശരിയാണ്, പക്ഷെ സാധിച്ചില്ല. ഇനിയിപ്പോ ഈ പ്രായത്തിൽ ഒരു കുഞ്ഞിനെ ദത്തെടുത്താലും അത് വളർന്നു വരുമ്പോഴേക്കും ഞാൻ വയസ്സനും വയസ്സിയുമാകും. 17 18 വയസ്സുള്ള ഒരു മോളെയോ മോനെയോ ആണ് ഞങ്ങൾക്ക് ആവശ്യം, യമുന പറഞ്ഞു. സിസ്റ്റർ മാർട്ടിന ഒരു നിമിഷം ആലോചിച്ചിരുന്നു. 18 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സുന്ദരിയും സൽ സ്വഭാവിയുമായ ഒരു കുട്ടിയെ ഞാൻ തരാം. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, അത് കഴിഞ്ഞു വരാം, ജെയിംസ് പറഞ്ഞു. അങ്ങനെയാകട്ടെ, ജെയിംസ് യമുനയും സിസ്റ്ററോട് യാത്ര പറഞ്ഞിറങ്ങി. ഇവിടെ വരെ വന്നിട്ട് മോളൊന്ന് കാണാതെ പോകാൻ മനസ്സ് വരുന്നില്ല യമുനെ, കാറിനടുത്തേക്ക് നടക്കുമ്പോൾ അയാൾ പറഞ്ഞു. വേണ്ട ജെയിംസേ, ആരും ഒന്നും ഇപ്പോൾ അറിയണ്ട എന്നല്ലേ മോൾ പറഞ്ഞത്. വെറുതെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട. നമ്മൾ വന്ന കാര്യം നടന്നല്ലോ, അത് മതി. ശരിയാ, മാർട്ടിന സിസ്റ്ററുമായി ബന്ധം വെക്കാൻ കഴിഞ്ഞു. ഇനി വരുമ്പോ ഗ്ലോറിയെ അവർ നമുക്ക് തരും. സൽസ്വഭാവിയും സുന്ദരിയുമായ ഒരു കുട്ടിയെ നമുക്ക് തരാമെന്ന് അവർ സമ്മതിച്ചില്ലേ? അവർ കാറിൽ കയറുമ്പോഴാണ് തയ്യൽ സ്കൂളിൽ നിന്ന് സോഫി ഇറങ്ങി വന്നത്. കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ട് അവൾ നിന്നു. ഇത്ര വേഗം അവർ ഗ്ലോറിയെ കണ്ട് സംസാരിച്ചോ? സോഫിയ വേഗം ഓർഫനേജിലേക്ക് ചെന്നു.
ചെറിയ മുഖക്കണ്ണാടിയിൽ സ്വന്തം സൗന്ദര്യം നോക്കി രസിക്കുകയായിരുന്നു അപ്പോൾ ഗ്ലോറിയ. നിന്റെ ഡാഡിയും മമ്മിയും എന്തേ പെട്ടെന്ന് പോയേ? സോഫിയ ചോദിച്ചു. മനസ്സിലാകാത്ത മട്ടിൽ ഗ്ലോറിയ അവളെ നോക്കി. എന്റെ ഡാഡിയും മമ്മിയോ? അവർ എവിടെ വന്നെന്നാ നീ പറയുന്നേ? അപ്പോ നിന്നെ കാണാതാണോ അവർ പോയേ? എന്നോട് കുറേ നേരം സംസാരിച്ചു. മാർട്ടിന സിസ്റ്ററെ കാണണമെന്ന് പറഞ്ഞു. ഞാനാ അവരെ പാർലറിൽ കൊണ്ടേ നിർത്തിയേ. ഞാനിപ്പോ തയ്യൽ സ്കൂളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവർ കാറിൽ കയറി പോവുകയും ചെയ്തു. ഗ്ലോറിയയ്ക്ക് വിശ്വാസമായില്ല. അവർ ഓർഫനേജിലേക്ക് വരുത്തില്ല മോളെ, വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ കണ്ടത് വേറെ ആരാണ്ടേ? ജെയിംസ് എന്നും യമുനയും എന്നാ അവരുടെ പേര്. വലിയ കറുത്ത കാറിലാ അവർ വന്നത്. ഗ്ലോറിയ ഞെട്ടി. സോഫിയ പറഞ്ഞത് സത്യമാണെങ്കിൽ വന്നത് അവരാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് തന്നെ കാണാതെ അവർ തിരിച്ചു പോയത്? സോഫിയെ കണ്ടപ്പോൾ അവർക്ക് എന്തെങ്കിലും മനസ്സിലായോ? അതുകൊണ്ടാണോ അവർ മാർട്ടിന സിസ്റ്ററെ കണ്ടിട്ട്? നിന്നോട് എന്തൊക്കെയാ അവർ സംസാരിച്ചേ? വേവലാതിയോടെ സോഫിയെ പിടിച്ചുലച്ചുകൊണ്ട് ഗ്ലോറിയ ചോദിച്ചു. അവളുടെ വെപ്രാളം കണ്ടപ്പോൾ സോഫിയയ്ക്ക് രസം തോന്നി. എന്നെ കണ്ടപ്പോൾ അവർക്ക് വലിയ ഇഷ്ടമായി. ഞങ്ങളുടെ മോളായിട്ട് വരാമോന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാന്ന്. നിനക്കിന് രക്ഷയില്ല, നീ ഔട്ട്. അവളെ പേടിപ്പിക്കാനായി സോഫിയ പറഞ്ഞു. സത്യമാണോ നീ പറയുന്നേ? തളർച്ചയോടെ അവൾ ചോദിച്ചു. ഫോൺ നമ്പർ തന്നല്ലോ, നീ അവരെ വിളിച്ച് ചോദിച്ചു നോക്ക്. ചിരി അമർത്തി സോഫിയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അതോടെ ഗ്ലോറിയയുടെ മനസമാധാനം നഷ്ടപ്പെട്ടു. സോഫിയയുടെ അമ്മയുടെ മുഖച്ഛായ കാണും അവൾക്ക്. അതുകൊണ്ടായിരിക്കും അവളുടെ അപ്പൻ അവളെ തിരിച്ചറിഞ്ഞത്. സോഫിയെ കൊല്ലാൻ തോന്നി അവൾക്ക്. സത്യമാണോ നീ പറയുന്നതെന്ന് വീണ്ടും വീണ്ടും അവൾ സോഫിയോട് ചോദിച്ചു. അപ്പോഴൊക്കെ സോഫിയ ചിരിച്ചതേ ഉള്ളൂ. അന്ന് രാത്രി ഗ്ലോറിയയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ അവൾ പുറത്തുപോയി ടെലിഫോൺ ബൂത്തിൽ നിന്ന് പേൾ വ്യൂവിലേക്ക് വിളിച്ചു. യമുനയാണ് കിട്ടിയത്. മമ്മിയും ഡാഡിയും ഇന്നലെ ഓർഫനേജിൽ വന്നായിരുന്നോ? ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു. വന്നു മോളെ, ആരും ഒന്നും അറിയണ്ട എന്ന് നീ പറഞ്ഞതുകൊണ്ടാണ് നിന്നെ കാണാതെ പോയത്. അക്കാര്യത്തിൽ ഡാഡിക്ക് വലിയ വിഷമമുണ്ട്. മാർട്ടിന സിസ്റ്ററെ കണ്ട കാര്യവും സംഭാവന കൊടുത്തതുമൊക്കെ യമുന അവളോട് പറഞ്ഞു. നീ എങ്ങനെ അറിഞ്ഞു മോളെ ഞങ്ങൾ വന്ന കാര്യം? യമുന ചോദിച്ചു. അതൊക്കെ അറിഞ്ഞു. സോഫി എന്നൊരു കുട്ടിയാ ഞങ്ങളെ കോൺവെന്റിലെ പാർലറിൽ കൊണ്ടേ നിർത്തിയത്. അവൾ പറഞ്ഞു കാണും ഇല്ലേ? ഗ്ലോറിയ ചിരിച്ചതേ ഉള്ളൂ. ആശ്വാസത്തോടെയാണ് അവൾ ഓർഫനേജിലേക്ക് തിരിച്ചു പോകുന്നത്. സോഫിയോട് അവൾക്ക് തോന്നിയ പക അലിഞ്ഞുപോയി. അവൾ വെറുതെ പേടിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അന്ന് എല്ലാവരും സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് ഡോർമിറ്ററിയിൽ തനിച്ചായപ്പോൾ ഗ്ലോറിയ പെട്ടി തുറന്ന് മൊബൈൽ ഫോൺ എടുത്തു. അപ്പോഴാണ് വാതിലിനടുത്ത് ഒരു നിഴൽ അനങ്ങിയതുപോലെ അവൾക്ക് തോന്നിയത്. നോക്കിയപ്പോൾ ശലോമിയാണ്. ഗ്ലോറിയ പെട്ടെന്ന് മൊബൈൽ പെട്ടിയിൽ ഒളിപ്പിച്ചു. ശലോമി അകത്തേക്ക് കയറി വന്ന് പരിഭവത്തോടെ അവളെ ഒന്ന് നോക്കി. ശലോമിക്ക് ഒരു 100 ആയുസുണ്ട്. ശലോമിയുടെ കാര്യം ഞാൻ ഇപ്പോ ഓർത്തതേ ഉള്ളൂ. മനോഹരമായി ചിരിച്ചുകൊണ്ട് ഗ്ലോറിയ പറഞ്ഞു. വേണ്ട, എന്നെ കളിപ്പിക്കാൻ പറയുമല്ലേ? ഈ ഇടയായിട്ട് നിനക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പിണക്കം നടിച്ച് ശലോമി. ഷോ, ഇങ്ങനെയൊന്നും പറയാതെ എന്റെ മോളെ. കേൾക്കുമ്പോ എനിക്ക് സങ്കടം വരും. ശലോമി എന്റെ കരളല്ലേ? ഗ്ലോറിയ അവളുടെ കൈ പിടിച്ച് കിടക്കയിലിരുത്തി. ഒരാൾ വേറൊരാളിന്റെ കിടക്കയിൽ ഇരിക്കാനോ കിടക്കാനോ പാടില്ലെന്നാണ് ഓർഫനേജിലെ നിയമം. മാർട്ടിന സിസ്റ്റർ കണ്ടാൽ കൊല്ലും. ശലോമിയെ പിണക്കാൻ പറ്റില്ല. ഓർഫനേജിൽ നിന്ന് താൻ പോകുന്നത് വരെ കോഴി പൊരിച്ചതും കരൾ വറുത്തതും മുട്ട ഓംലേറ്റും ഒക്കെ രഹസ്യമായി കിട്ടണമല്ലോ. എന്നിട്ട് നീ എന്നെ കാണാൻ ഇന്നലെ വന്നില്ല, മെനഞ്ഞാന്നും വന്നില്ല. സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതൽ നോക്കിയിരുന്ന് എന്റെ കണ്ണ് കഴിച്ചത് തന്നെ മിച്ചം. അവളോട് ചേർന്നിരുന്നു കൊണ്ട് ശലോമി പറഞ്ഞു. ഗ്ലോറിയയ്ക്ക് അപ്പോൾ ഉള്ളിയുടെയും വിയർപ്പിന്റെയും ഗന്ധം അനുഭവപ്പെട്ടു. അവൾക്ക് മനം പുരട്ടി വന്നു. നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഇവിടെ ചിലർക്കൊക്കെ സംശയമുണ്ട്. അതാ ഞാൻ വരാത്തെ. മാർട്ടിന സിസ്റ്ററിന്റെ ചെവിയിൽ വല്ലതും എത്തിയാൽ ശലോമി അന്ന് ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ലേ? ആർക്കാ നമ്മളെ സംശയം? പെട്ടെന്ന് ബെഞ്ചമിന്റെ പേരാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവനൊരു വായി നോക്കിയാണ്. അവനും ശലോമിയും തമ്മിൽ അടിവെക്കട്ടെ. ആ ബെഞ്ചമിൻ കാണുമ്പോഴൊക്കെ ഓരോന്ന് എന്നോട് പറയും. വെറുപ്പ് അഭിനയിച്ച് ഗ്ലോറിയ പറഞ്ഞു. ശലോമിയുടെ കണ്ണുകളിൽ തീ പാറി. അവൻ കുറെ നാൾ എന്റെ പിറകെ നടന്നതാ. കിട്ടാത്തതിന്റെ കൊതിക്കറ് കാണും, അവൾ പറഞ്ഞു. അതെന്താ, ശലോമിക്ക് ഇഷ്ടമല്ലേ ബെഞ്ചമിനെ? ഒന്നും അറിയാത്ത ഭാവത്തിൽ ഗ്ലോറിയ ചോദിച്ചു. അവൻ വെറും ചെറുക്കനല്ലേടി, അവനെ ആർക്ക് വേണം? പുച്ഛത്തോടെ ശലോമി പറഞ്ഞു. ബെഞ്ചമിന് 21 22 വയസ്സേ കാണും. ഇത്തിരി പ്രായമുള്ള ആളെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു കൈ നോക്കിയേനെ അല്ലേ? ഗ്ലോറിയ ചോദിച്ചു. ശലോമി ലജ്ജയോടെ ചിരിച്ചു. പെട്ടെന്നാണ് കൈതാരത്തിന്റെ കാര്യം ഗ്ലോറിയയ്ക്ക് ഓർമ്മ വന്നത്. രണ്ടുപേരെയും തമ്മിലൊന്ന് മുട്ടിച്ചാലോ? എങ്കിൽ ശലോമിയെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു കിട്ടും. അവൾ അയാളുടെ പിന്നാലെ പൊയ്ക്കോളും. നമ്മൾ ഇനി ഇങ്ങനെ ഇരിക്കണ്ട ശലോമി. മാർട്ടിന സിസ്റ്റർ ഈ നേരത്ത് ചിലപ്പോഴൊക്കെ കയറി വരാറുണ്ട്. നമ്മളെ കണ്ടാൽ പിന്നെ അത് മതി, ഗ്ലോറിയ പറഞ്ഞു. ശലോമി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു.
പോകാൻ വരട്ടെ. ഞാനൊരു കാര്യം പറയാൻ മറന്നു. കുറെ ദിവസമായി ഒരാൾ ഷലോമിയെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു. കള്ളച്ചിരിയോടെ ഗ്ലോറിയ പറഞ്ഞു. ആരാടി? ഒരാള്. കാണാനൊക്കെ സുന്ദര, എന്നാൽ അത്ര ചെറുപ്പമൊന്നുമല്ല. ആരാ ഗ്ലോറിയ? ഷലോമിയുടെ താല്പര്യമുണർന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ടുപേരും കൂടി മാർക്കറ്റിൽ പോയില്ലേ, അന്നേരം ആ പുള്ളി കണ്ടത്. സംസാരിക്കാൻ വേണ്ടി കോൺവെന്റിലെ ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ കൊടുത്തില്ല. കൊടുക്കാൻ മേലായിരുന്നോ? പുള്ളി സംസാരിക്കട്ടെ. ഞങ്ങളുടെ കമ്പ്യൂട്ടർ സെന്ററിലെ സാറാ. പുള്ളി വിളിച്ച കോൺവെന്റിന്റെ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ എന്ന് പേടിച്ചാ ഞാൻ നമ്പർ കൊടുക്കാഞ്ഞെ. അത് സാരമില്ലടി, എന്റെ ഉപ്പാപ്പന്റെ മോനാണെന്ന് മറ്റോ പറഞ്ഞാ മതി. ബേബിച്ചൻ ചിലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. എന്നാ പിന്നെ സാരമില്ല. ഷലോമി സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി. മാനസപുത്രി എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്